ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ക്രൈസ്തവൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ച് ചോദിച്ചതാണ്. അള്ളാഹു പറഞ്ഞു, സത്യനിഷേധികളെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവരെ താക്കീത് ചെയ്താലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. അവർ വിശ്വസിക്കുകയില്ല. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലും അവരുടെ കേൾവിയിലും മുദ്ര വച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾക്ക് മീതെ ഒരു മറയുണ്ട്. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ഇത് അൽ ബഖറയിലെ 2-ാം അധ്യായം 6-7 വചനമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെന്താണ് ഇങ്ങനെ? മുസ്ലിമിൻ്റെ അള്ളാഹു ചിലരുടെ ഹൃദയം കഠിനമാക്കും, കാതും കണ്ണുമൊക്കെ അടച്ചുകളയും. അവർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിവ് കൊടുക്കില്ല, അഥവാ ഹിദായത്ത് അള്ളാഹു കൊടുക്കില്ല. എന്നിട്ട് ഹിദായത്ത് ഇല്ല എന്നും പറഞ്ഞ് നരകത്തിലിട്ട് അള്ളാഹു അവനെ നിരന്തരം പൊരിച്ചു വറുക്കും. അതെ, സംശയം ചോദിച്ചാലും തെറി മാത്രമേ പറയൂ എന്നറിയാം. എന്നാലും ആരെങ്കിലും ഉത്തരം തന്നെങ്കിൽ എന്നോർത്ത് ചോദിക്കുവാണേ. ഞാൻ മറുപടി കൊടുത്തു, ഈ ആയത്തുകൾ സന്ദർഭത്തിൽ നിന്ന് വേർപെടുത്തി വായിച്ചതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടായത്. ഖുർആൻ ഒരിടത്തും നിരപരാധിയായ ഒരാളുടെ ഹൃദയം അല്ലാഹു ആദ്യം അടച്ചു പൂട്ടുന്നു, പിന്നീട് അവനെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നില്ല. മറിച്ച് ഖുർആൻ ആവർത്തിച്ച് പറയുന്നതാണ്. അല്ലാഹു പറഞ്ഞു, അവർ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ വ്യതിചലിപ്പിച്ചു. ഇത് 61-ാം അധ്യായം 5-ാം വചനാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു, അവർ അവരുടെ ഉടമ്പടി ലംഘിച്ചതിനാൽ നാം അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കി. ഇത് 5-ാം അധ്യായം 13-ാം വചനാണ്. വീണ്ടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവർ ആദ്യമായി വിശ്വസിക്കാതിരുന്നത് പോലെ നാം അവരുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും മറിച്ചു കളയും. ഇത് 6-ാം അധ്യായം 110-ാം വചനാണ്. അതായത് പാപം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യനാണ്. അതിനുശേഷമുള്ള ശിക്ഷയായിട്ടാണ് അള്ളാഹു അവൻ്റെ ഹൃദയത്തിന് മുദ്ര വയ്ക്കുന്നത്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു ആരോടും അനീതി ചെയ്യുന്നില്ല, അവർ തന്നെയാണ് സ്വന്തത്തോട് അനീതി ചെയ്യുന്നത്. ഇത് 10-ാം അധ്യായം 44-ാം വചനാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, നാം ഒരു ജനതയുടെ അവസ്ഥ മാറ്റുകയില്ല, അവർ സ്വയം മാറ്റുന്നത് വരെ. ഇത് സൂറത്തുർ റഅദ് 13-ാം അധ്യായം 11-ാം വചനാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഒരു ആത്മാവിനും അതിൻ്റെ കഴിവിനപ്പുറം ബാധ്യത ചുമത്തുന്നില്ല. ഇത് 2-ാം അധ്യായം 286-ാം വചനാണ്. അതുകൊണ്ട് 2-ാം അധ്യായം 6-7 വചനങ്ങൾ സത്യം വ്യക്തമായി അറിഞ്ഞിട്ടും അഹങ്കാരത്തോടെയും പിടിവാശിയോടെയും നിരന്തരം നിഷേധിച്ചവരെ കുറിച്ചാണ്. അവർ സ്വയം തിരഞ്ഞെടുത്ത വഴിയുടെ ഫലമായാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചത്. അത് കാരണമല്ല, അവരുടെ നിരന്തര നിഷേധത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്, അള്ളാഹു ആരെയും കാരണമില്ലാതെ വഴിതെറ്റിക്കുകയോ പിന്നീട് അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യൻ സത്യത്തെ മനഃപൂർവ്വം നിരസിക്കുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്തതിനു ശേഷമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയും ഹൃദയത്തിന് മുദ്രവെക്കലും സംഭവിക്കുന്നത്. പിന്നീട് ക്രൈസ്തവൻ പ്രതികരിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.